വിളിക്കാത്ത കല്യാണങ്ങൾക്കും പരിപാടികൾക്കും അതേമാതിരി തന്നെ നടിമാരുടെ കൂടെയൊക്കെ സെൽഫി എടുക്കാനൊക്കെ ഇട്ട് ചെല്ലാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കല്യാണത്തിന് വലിഞ്ഞേറി ചെന്നാണോ? അല്ലല്ല, കല്യാണം ഞാൻ വലിഞ്ഞേറി ചെല്ലുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിനിമയുടെ പരിപാടികൾ, അത് ഇൻവിറ്റേഷൻ മൊബൈൽ വരുമ്പോൾ ഞാൻ പോകാറുണ്ട്. അത് വലിഞ്ഞേറി പോകുന്ന സിനിമയുടെ പ്രോഗ്രാംസിന് ചിലപ്പോൾ ക്ഷണിക്കും, ചിലപ്പോൾ ക്ഷണിക്കാണ്ട് ഞാൻ പോകാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ഓൾ എന്ന് പറയുമ്പോൾ എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള കുറേ പേര് പോകാറുണ്ട്. അതിനപ്പോൾ ഞാനും പോകാറുണ്ട്. എൻ്റെ സംഭവങ്ങൾ ചിലത് വൈറലാകാറുണ്ട്. ഇപ്പൊ ഈ ഷിയാസിനെ കുറിച്ച് പറഞ്ഞാൽ പുള്ളി എൻ്റെ ഫ്രണ്ടായിരുന്നു. പറഞ്ഞാൽ ഇപ്പൊ ഈ അടുത്തായിരുന്നു ബാഡ് ബോയ്സ് ഇറങ്ങിയ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പുള്ളിയായിട്ട് ഞാൻ മീറ്റ് ചെയ്യുകയും ഒരു ദിവസമല്ല, ഒരു സിനിമ ഫുള്ള് ബാഡ് ബോയ്സ് എന്ന സിനിമ 3rd ഡേ 3ാം ദിവസം ഞാൻ ഷിയാസ് കരീമും ഒരുമിച്ചിരുന്നാണ് കണ്ട് എൻജോയ് ചെയ്തത്. കാരണം എൻ്റെ സീനൊക്കെ കണ്ടപ്പോൾ ചേട്ടൻ കണ്ടതല്ലേ എൻ്റെ ഒരു സീൻ സലാമി ഹറാമ എന്നൊരു സീൻ. അപ്പോൾ ആ സീനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു ഷിയാസ് കരീം. ബാബുവാണിയും അർജുഷാണൊക്കെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ കണ്ടതാണ് സിനിമ ആ പുള്ളിയായിട്ടായിരുന്നു. അന്ന് പുള്ളി പറഞ്ഞാണ് ദർഫയായിട്ട് കല്യാണം ഉണ്ട്, വിളിക്കും വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നീടാണ് നമുക്ക് ഒരു ദിവസം ഇവരുടെ ഒരു എന്താ പറയുക, ഈ കല്യാണത്തിന് മുന്നേ ഒരു വീഡിയോ ഷൂട്ട് എടുക്കുമല്ലോ, ഫോട്ടോ ഷൂട്ടാണ്, വെഡിങ് ഷൂട്ടാണ്, വെഡിങ്ങിന് മുന്നേ പ്രീ വെഡിങ് ഷൂട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അയച്ചിരുന്നു. ഞാൻ കല്യാണം വിളിക്കുമെന്നല്ലേ ചോദിച്ചാൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിരുന്നു. പുള്ളി അതിന് റിപ്ലൈ തന്നത് ആരാ എന്താണെന്നല്ല ചോദിച്ചത്. കാരണം പുള്ളിക്ക് അറിയാമല്ലോ എൻ്റെ പ്രൊഫൈലിൽ തന്നെ അന്ന് തന്നെ 27K എൻ്റെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, 27K. അപ്പോൾ എന്നെ അറിയാമല്ലോ പുള്ളിക്ക്. അപ്പോൾ പുള്ളി പറഞ്ഞ അലിൻ ജോസ് പെരേര താങ്കൾ വരണം, കല്യാണത്തിൽ പങ്കെടുക്കണം, അത് നമുക്ക് കാർഡ് അയച്ചു തരാം, ഇങ്ങോട്ടാ പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല. അത് പുള്ളി പറഞ്ഞത് ഒരു തെണ്ടിത്തരം എന്ന് പറയാൻ പറ്റില്ല, ഒരു മോശമായിട്ടുള്ള കാര്യമാണ് പുള്ളി പറഞ്ഞത്. കാരണം എനിക്കത് തലവേദനയായിട്ടുണ്ട്. ഒന്നാമത് തന്നെ എനിക്ക് കുറേ ഡീഗ്രേഡിങ് ഉണ്ട്, പിന്നെ ഒരുപാട് സൈബർ ബുള്ളിങ് ഇപ്പോൾ ആക്രമിക്കുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, മൊബൈൽ നമ്പർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, സൈബർ ബുള്ളിങ് ആണ്. ഒരുപാട് പേരിങ്ങനെ ഒരു മിനിറ്റ് ഗ്യാപ്പിലാണ് വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിനെതിരെ ഞാൻ കേസ് കൊടുക്കാണ്ടിരിക്കണമായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ B4 ചാനലിൻ്റെ പേര് പറയാം, B4 ബ്ലാംസ് എന്ന ചാനലിൽ മോശമായിട്ടുള്ളൊരു ഒരു പോസിറ്റീവായിട്ട് കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ ചിലർ കണ്ടപ്പോൾ എനിക്ക് മോശമായിട്ട് തോന്നി. കാരണം RDSൽ നടന്നുണ്ടല്ലോ, RDSൽ നമ്മുടെ പെപ്പയുടെ ഫോട്ടോയും എൻ്റെ ഫോട്ടോയും വെച്ചു എന്ന് പറഞ്ഞ് ഞാൻ പെപ്പയായിട്ട് സെൽഫി എടുത്തിരുന്നു ഒമേറിലുള്ള ലൊക്കേഷനിൽ. അപ്പോൾ ആ സെൽഫി ക്യാരവാൻ്റെ മുമ്പിലാണ് എടുത്തത്, പുള്ളിയുടെ ക്യാരവാൻ്റെ മുമ്പിൽ. ആ ഒരു ഫോട്ടോ ഈ ന്യൂസിൽ വെച്ചേക്കണം, ഈ B4 ബ്ലാംസയുടെ ന്യൂസിൽ, ഓൺലൈൻ ന്യൂസിൽ. അപ്പോൾ അത് ഒക്കെ കാണിക്കുന്നത് തെറ്റാണ്. കാരണം എൻ്റെ ആയിട്ടുള്ള ന്യൂസ് പറയുമ്പോൾ എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ വല്ല കടന്മാരെയൊക്കെ വെച്ച് പറയുമ്പോൾ അവർക്ക് വരെ ബുദ്ധിമുട്ടാവില്ല. അപ്പം ഇത് വഷളാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ തോന്നുന്നത്. കാരണം കുറേ പേര് നമ്മൾ ബിഗ് ബോസിൽ കയറാൻ പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള കളികളാണെന്ന് അറിയില്ല. അപ്പോൾ പക്ഷേ ഈ പുള്ളി അറിയാണ്ട് പറഞ്ഞു പോയതായിരിക്കും. കാരണം പുള്ളിയെ ഞാൻ വിളിച്ചിരുന്നു, അപ്പോൾ പുള്ളി പറഞ്ഞിരുന്നു കല്യാണക്കുറി കാണിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിരുന്നു. മനസ്സിലായി, എൻ്റെ ഒരു വെഡിങ് കാർഡ് ഉണ്ടല്ലോ. കാരണം മീഡിയയൊക്കെ ചേട്ടൻ അയച്ചിട്ടുണ്ടോ എനിക്ക്? ഈ ഷിയാസ് കരീമിൻ്റെ വൈഫ് എന്ന് പറയുന്നത് താങ്കളുടെ കൂടെ പഠിച്ചതാണോ? അത് ശരിയാണ്, പഠിച്ചതാണ്. വേറെ ഒരു എന്താ പറയുക, കുറേ പേര് അത് വിവാദമാക്കാണ്ട് പല സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞിരുന്നു. ഇപ്പോൾ മീഡിയ സുഹൃത്തുക്കൾ തന്നെ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ എടുത്തത് അത് ഭയങ്കരമായിട്ട് എനിക്ക് അത് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം അത് വന്നിട്ടില്ല ഇതുവരെ. കാരണം മീഡിയക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻ ഈ പുള്ളി പറയാൻ സമ്മതിക്കില്ല. കാരണം മീഡിയക്കാർ ചോദിച്ചതാണ് എന്നോട്, വന്നാലും വന്നില്ലെങ്കിൽ അത് പറയണമല്ലോ. മീഡിയക്കാർ ചോദിച്ചു ദർഫയായിട്ട് ഞാൻ പ്രണയമാണ്, തെറ്റല്ലേ അത്? അപ്പോൾ ഈ ഒരു സൗഹൃദം ഇപ്പോൾ സ്കൂളിൽ എത്തോരം പേര് പഠിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഒപ്പം 1-2 ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ബോയ്സ് ആയിരുന്നു. ആ കൂട്ടത്തിൽ മീനാക്ഷി ഉണ്ടായിരുന്നു, ദർഫ ഉണ്ടായിരുന്നു, പിന്നെ റോഷ്നി ഉണ്ടായിരുന്നു. നമ്മുടെ അതായത് ഒരു ടീം ഉണ്ടല്ലോ, നമ്മുടെ ടീം ബിനീസ് ബാസ്റ്റിൻ്റെ പെങ്ങളുടെ മകള് എന്നോടൊപ്പം പഠിച്ച മനസ്സിലായി. ഇപ്പം പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷേ ഈ ദർഫക്ക് പിന്നീടാണ് മനസ്സിലായത് ടീമിൻ്റെ പെങ്ങളുടെ മോള് കൂടെ പഠിച്ചത്. അപ്പോൾ ഈ റോഷ്നിയായിട്ടും മീനാക്ഷിയായിട്ടും അത്ര എനിക്ക് എന്താ പറയുക ഒരു കൂട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ദർഫയായിട്ട് ഈ പഠനത്തിൻ്റെ വിഷയമായിട്ടുള്ള സംസാരവും പിന്നെ ഈ എന്താ പറയുക ഓണത്തിന് പൂക്കളൊക്കെ ഇടുമ്പോഴൊക്കെ ഒരുമിച്ച് പൂക്കളിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതിപ്പോൾ സൗഹൃദം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആൾക്കാർ പറയണ പോലെ പ്രണയങ്ങളോ ക്രഷോ ഒന്നും ഇല്ല. വെറുതെ ഒരു കുടുംബജീവിതം തകർക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.